Hi friends, welcome back to our channel. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു അടിപൊളി സ്വീറ്റ് റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് ഇഫ്താറൊക്കെ ആവാനായല്ലോ. അപ്പോൾ ഇഫ്താറിൻ്റെ സമയത്തൊക്കെ കുറച്ച് റവയും പാലും ഒക്കെ വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് തട്ടിക്കൂട്ടാൻ പറ്റുന്ന, പുറമേ നല്ല ക്രിസ്പി ഉള്ളിൽ നല്ല സോഫ്റ്റ് ഒക്കെ ആയിട്ടുള്ള ഒരു കിഡിലൻ നൈറ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? വീഡിയോയിലേക്ക് പോകുന്നത് മുന്നേ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ ഒരു റവ സ്നാക്ക് റെഡിയാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് 1/2 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ല ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അടുത്തത് ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ റവ ചേർത്ത് കൊടുക്കുക. റവ വറുത്തതാണെങ്കിലും വറുക്കാതായാലും ഏതായാലും കുഴപ്പമില്ല കേട്ടോ. ഏതാണ് വീട്ടിലുള്ളത് അത് വെച്ചിട്ട് ചെയ്യുക. അപ്പോൾ 1/2 ലിറ്റർ പാലിന് 1/2 കപ്പ് റവയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പം ഞാനിപ്പോൾ 4 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതൊരു ലൈറ്റ് മധുരമാണ്, നല്ല പാകമായിട്ടുള്ള ചെറിയൊരു മധുരമാണ്. അപ്പോൾ ചിലവർക്ക് നല്ല മധുരമുള്ള സാധനങ്ങളായിരിക്കും ഇഷ്ടപ്പെടുക. അങ്ങനെയാണെങ്കിൽ നല്ല മധുരം വേണ്ടിക്കില്ല, അത് നിങ്ങൾക്ക് എത്രയാണോ പഞ്ചസാര ആവശ്യം അതിനനുസരിച്ചിട്ട് കൂടുതൽ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ. അപ്പോൾ ഇത്ര സമയമായിട്ട് ഞാൻ ഫ്ലെയിമൊന്നും ഓൺ ചെയ്തിട്ടില്ല. ഞാൻ ഇത് കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടാണ് കേട്ടോ മിക്സിങ് ചെയ്യുന്നത്. അപ്പോൾ അടുത്തത് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് ഇതുപോലെ ഒരു ട്രേ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം. കുറച്ച് ഗീയോ ഓയിലോ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി വെക്കുക. കാരണം നമുക്ക് ആ ഒരു പാലിൻ്റെയോ റവയുടെയൊക്കെ മിക്സ് ഒന്ന് തയ്യാറായ ഉടനെ തന്നെ ഇതിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. ഇനി പാലൊന്ന് തിളച്ച് വരുന്ന സമയം വരെ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. പാല് നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം ഉടനെ തന്നെ ലോ ഫ്ലെയിമിലാക്കി കൊടുക്കണം. എന്നിട്ടും നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇവിടെ ഒന്ന് കട്ട പിടിച്ചിട്ട് കിട്ടില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിക്കോളും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് പാല് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ പാൽ അത്യാവശ്യം കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്, നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ കട്ട പിടിച്ചു പോകും. ഇനി നമുക്ക് ഇതിലേക്ക് ഇതുപോലെ തിളച്ച് വരുന്ന സമയത്ത് 2 പിഞ്ചോളം ഉപ്പിട്ട് കൊടുക്കുക. ആ ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടുള്ള ഉപ്പ് മാത്രം. അപ്പോൾ ശ്രദ്ധിച്ചിട്ടിട്ട് കേട്ടോ, ഒരുപാടായി പോകരുതേ. അതുപോലെ തന്നെ ഇനി ഒരു 1/4 ടീസ്പൂൺ വരെ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക. ഏലക്കാപ്പൊടി നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ചിട്ട് അളവിൽ വ്യത്യാസം വരുത്തുക. എന്നിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇപ്പം മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, അത്യാവശ്യം നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഏലക്കാപ്പൊടിക്ക് പകരമായിട്ട് നിങ്ങളുടെ കയ്യിൽ വാനില എസൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഏതാണോ താല്പര്യം അത് വെച്ചിട്ട് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ റവയും പാലും മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇപ്പം കണ്ടില്ലേ, ഈ ഒരു തിക്നെസ് ആകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് തിക്കായിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച് കൊടുത്ത ട്രേയിലേക്ക് ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കുക. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്ത ഉടനെ തന്നെ, എങ്കിലേ നമുക്ക് സെറ്റായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലെ മുഴുവൻ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് മുഴുവൻ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളൊരു സ്പൂണോ സ്പാച്ചിലോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് പാത്രത്തിൻ്റെ എല്ലാ സൈഡിലേക്കും ഒരേ തിക്നെസ്സിലാവുന്നവരെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ലെവൽ ചെയ്ത് കൊടുക്കുമ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ള സ്പാച്ചിലുണ്ടല്ലോ, അതിലേക്ക് കുറച്ച് ഓയിൽ ഒന്ന് ഇടയ്ക്കിടെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ലെവൽ ചെയ്ത് കൊടുക്കാൻ പറ്റും. നല്ല നീറ്റായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതുപോലെ ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു ഗ്ലാസ് ട്രേ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. നിങ്ങളുടെ കയ്യിൽ സ്റ്റീൽ പ്ലേറ്റ് ഒക്കെ ഉണ്ടാവില്ലേ, ഏതായാലും മതി. നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാനുള്ളതാണ്. ഇതുപോലെ ലെവൽ ചെയ്തിട്ട് ചൂടാറിയതിന് ശേഷം അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ല നീറ്റായിട്ട് എല്ലാ ഭാഗത്തും ഒരേ തിക്നെസ് കിട്ടണം, അതേ ശ്രദ്ധിക്കാനുള്ളൂ. ബാക്കിയൊക്കെ ഈസിയാണ് കേട്ടോ. എന്നാൽ നമുക്ക് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒരേ ലെവലിലുള്ള നല്ല നല്ല പീസുകളായിട്ട് കിട്ടുമല്ലോ. അപ്പോൾ ഇതുപോലെ ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പം നന്നായിട്ട് നല്ല നീറ്റായിട്ട് ഞാൻ ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ചൂടാറിയിട്ട് നല്ലപോലെ സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട, പുറമേ തന്നെ വെച്ചാൽ മതി. ഏതാണ്ട് 1 മണിക്കൂർ എന്തായാലും വെക്കണം, എങ്കിലേ നന്നായിട്ട് ഉള്ളൊക്കെ ചൂടാറിയിട്ട് നല്ലൊരു കട്ട് ചെയ്ത് നമുക്ക് എടുക്കാൻ പാകത്തിന് സെറ്റായി കിട്ടുള്ളൂ. ഇപ്പോൾ കണ്ടില്ല, നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ചൂടൊക്കെ ആറി ഏതാണ്ട് ഇപ്പോൾ ഒരു 1.25 മണിക്കൂറോളം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് ഒന്ന് വിടിയിച്ച് കൊടുത്തിട്ട് ഈ ഒരു ബോർഡിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ വിട്ടിട്ടും കേട്ടോ. കാരണം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഓയിലോ ഗീയോ എന്തെങ്കിലും പാത്രത്തിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് വേണം ഇത് ഒഴിച്ചു കൊടുക്കാൻ, എങ്കിൽ പെട്ടെന്ന് കെട്ടിക്കോളും. ഇപ്പോൾ കണ്ടില്ലേ, പാത്രത്തിൽ നിന്ന് പെട്ടെന്ന് വിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് കട്ട് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ കട്ട് ചെയ്യാൻ എടുക്കുന്ന കത്തി ഉണ്ടല്ലോ, ആ കത്തിയിൽ കുറച്ചൊന്ന് ഓയിൽ ഇടക്കൊന്ന് തടയി കൊടുക്കുന്നത് നല്ലതായിരിക്കും. എന്നാൽ പെട്ടെന്ന് ആ ഒരു കത്തിയിൽ പറ്റിപ്പിടിക്കാതെ നല്ല രീതിയിൽ തന്നെ കട്ട് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇപ്പോൾ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കുന്നത്.
അങ്ങനെ നമ്മുടെ മുഴുവൻ സ്നാക്കും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ല, നല്ല ഉറച്ചിട്ട് തന്നെയാണ് ഇരിക്കുന്നത്, അങ്ങനെ മുറിഞ്ഞു പോകുന്ന രീതിയിലൊന്നുമല്ല ഇരിക്കുന്നത്, നല്ല കട്ട പോലെ തന്നെ ഉണ്ട്. ഇനി നമുക്കിതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു സ്നാക്ക് കോട്ട് ചെയ്യാൻ ആവശ്യമായിട്ട് ഒരു കോഴിമുട്ട ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്, ഒന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് അളവിൽ മൈദ എടുത്തിട്ടുണ്ട്, ഒന്ന് കോട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ കുറച്ച് സേമിയ കൂടി എടുത്തിട്ടുണ്ട്. സേമിയ എടുത്തിട്ടുള്ളത് നല്ല തിന്നായിട്ടിരിക്കുന്ന സേമിയാണ്. നേരെ സേമിയ ഇപ്പോൾ എല്ലാ കടയിലും വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. ഇത് കിട്ടുവാണെങ്കിൽ ഇത് വാങ്ങിക്കുക, അല്ലെങ്കിൽ വീട്ടിൽ ബ്രെഡ് ഉണ്ടെങ്കിൽ ബ്രെഡ് ക്രംസ് ആക്കുമല്ലോ നമ്മൾ നോർമലി പൊടിച്ചെടുത്തിട്ട് അങ്ങനെയും ചെയ്യട്ടെ, ഏതായാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇതാകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും. എന്നിട്ട് നമുക്ക് ഓരോ സ്നാക്ക് എടുക്കുക. ആദ്യം തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മൈദയിലേക്കൊന്ന് എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് മൈദയൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കോഴിമുട്ടയിലേക്കും ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കോഴിമുട്ട ചെയ്യുമ്പോൾ എപ്പോഴും ഒരു സ്പൂൺ കൊണ്ട് ചെയ്യുന്നതാണ് കേട്ടോ കൂടുതൽ നല്ലത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ട കയ്യിൽ പശ പോലെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സേമിയ ഇതുപോലെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒരുപാട് സേമിയായിട്ട് കട്ടയായിട്ടുണ്ടാവും, അതുകൊണ്ടാണ് കേട്ടോ. എന്നിട്ട് സേമിയയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തും സേമിയ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കണ്ടില്ല, നമ്മുടെ ഒരു സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള മുഴുവനും ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മുഴുവൻ സ്നാക്കും ഞാൻ ഇതുപോലെ തന്നെ നന്നായിട്ട് കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്കിതെങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ഞാനൊരു പാനിൽ കുറച്ച് ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ അത്യാവശ്യം ഒരു മീഡിയം ഫ്ലെയിമിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഓരോ സ്നാക്ക് ഇട്ട് കൊടുക്കാം. ഓവർ ഹൈ ആയിട്ട് നല്ല ചൂടാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യണ്ട കേട്ടോ, കാരണം നമ്മുടെ സേമിയ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ ഇത് പിന്നെ ഉള്ളൊന്നും വേവാനൊന്നും ഇല്ലല്ലോ, ഒരുപാട് സമയമൊന്നും വെച്ചിരിക്കുകയും വേണ്ട. പെട്ടെന്ന് ഒരു 1-2 മിനിറ്റ് ഒരു സൈഡ് ഒന്ന് ആയിക്കഴിഞ്ഞാൽ ഈ ഒരു സൈഡും തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് അതും ഒരു 1-2 മിനിറ്റ് ആയിക്കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് കളറൊക്കെ മാറി വരുമ്പോൾ നമുക്ക് കോരി എടുക്കുക കേട്ടോ, കാരണം ഉള്ളൊക്കെ ഓൾറെഡി വെന്തിട്ടുള്ളതാണല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് ഇതുപോലെ ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടിക്കോളും. അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ഒരു സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് ഇത് കോരിയെടുക്കാം. എന്നിട്ട് ഒരു പ്ലേറ്റിൽ ടിഷ്യൂ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു കളറിൽ എടുക്കുന്നതാണ് കേട്ടോ കാണാൻ കുറച്ച് ഭംഗിയുണ്ട്, അത് നല്ല ഭംഗിയായിരിക്കും ഇങ്ങനെ കാണാൻ. ഒരുപാട് കരിയിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണ്ട. ഇനി നമുക്ക് ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് എണ്ണയൊന്നും കുടിക്കുന്ന ഒരു സ്നാക്കൊന്നും അല്ല കേട്ടോ, പെട്ടെന്ന് റെഡിയാവും ചെയ്യും. അപ്പോൾ നമ്മുടെ സ്നാക്ക് മുഴുവനും റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ. കാണാൻ തന്നെ എന്ത് ഭംഗിയാണല്ലോ, അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു ലൈറ്റ് മധുരമൊക്കെ ആയിട്ട് പുറമേ നല്ല ക്രിസ്പി, അതുപോലെ തന്നെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ഒക്കെ ആയിട്ട് നല്ല ഒരു സ്നാക്കാണ് കേട്ടോ. ഒരു വെറൈറ്റി സ്നാക്ക് തന്നെയാണ്. നിങ്ങൾ എന്തായാലും ഇതുവരെ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവില്ല. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ഇഫ്താറിൻ്റെ സമയത്തൊക്കെ എപ്പോഴും എരിവുള്ള സ്നാക്കൊക്കെ ആക്കുമ്പോൾ ഇടയ്ക്കൊന്ന് ചേഞ്ച് ആക്കി കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. കാരണം വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമല്ലേ ഉള്ളൂ, ഈസി അല്ലേ ചെയ്യാനായിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനുള്ള കാര്യം മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ ഫീഡ്ബാക്സും കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്